ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെയേറെ ആന്തരികമായ അകലുകളുണ്ടോ
ബൈബിളിലെ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വമേറിയവർക്ക് പിന്നീട് തുറക്കാൻ പോലും കഴിയാത്ത അസ്വസ്ഥമായ മനസ്സായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളവരെ കൂടുതൽ. പരിശുദ്ധനായ പൗലോസ്ലീഹ ആദ്യം ഒരു റോമാപൗരനും വലിയ അധികാരമുള്ള ഒരാളാണ്. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ എബ്രായനുള്ള എബ്രായൻ, റോമാപൗരൻ, ഗമാലിയേലിന്റെ ശിഷ്യൻ. ഇത്രയും നേട്ടങ്ങളുള്ള അപൂർവം ചില ആളുകളുണ്ട്. അങ്ങനെ അവരുടെ സമുദായത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തി പിന്നീട് പറഞ്ഞു, അതെല്ലാം എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഛേദം നഷ്ടം ആയി നടക്കുന്നു. എല്ലാം ഒന്നുമല്ല, അതെല്ലാം ഒന്നുമല്ല, അതെല്ലാം ചവറ് എന്ന് എണ്ണാൻ പൗലോസ്ലീഹയ്ക്ക് സാധിച്ചു. എന്നിട്ട് സഞ്ചരിക്കുന്നത് വലിയ ദുഷ്കരമായ വഴി, കാരാഗ്രഹത്തിലൂടെ, ശിരച്ഛേദനത്തിലൂടെ, കഷ്ടപ്പാടുകളുടെ. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ആളുകൾക്ക് നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ഒരുപക്ഷെ അത് ഇടുങ്ങിയ വഴിയിലൂടെയുള്ള ഒരു യാത്രയായിരിക്കും. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള വാതിൽ വളരെ ഇടുങ്ങിയത്, വഴി ദുഃഖവും. എന്നാൽ നരകത്തിലേക്കുള്ള പാത അത് വിശാലം, നടന്നു പോകാൻ വളരെ സൗകര്യമുള്ളത്, ഒരു തടസ്സമില്ലാതെ സഞ്ചരിക്കാൻ കഴിയും. എന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി വളരെ ദുഷ്കരമാണെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ തിരഞ്ഞെടുക്കുക ഏതായാലും വിശാലമായ അധികം കുഴികളൊന്നുമില്ലാത്ത വഴിയെ തിരഞ്ഞെടുക്കുക. യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതാണ് നല്ല മാർഗം. അല്പദൂരമായാലും വിശാലമായതും കുഴികളില്ലാത്തതും ദുർഘടമല്ലാത്തതുമായ വഴി ഏതാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാനാണ് യാത്രക്കാരൊക്കെ ശ്രദ്ധിക്കുക. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയിൽ ദുഷ്കരമായ വഴി ഒഴിവാക്കിക്കൊണ്ട് എളുപ്പമുള്ള വഴി സ്വീകരിക്കാൻ മനുഷ്യരൊക്കെ സ്വാഭാവികമായിട്ട് ശ്രമിക്കുന്നത്. ബൈബിൾ പക്ഷെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, സ്വർഗത്തിലേക്കുള്ള പാത വളരെ ദുഷ്കരമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ക്രിസ്തു ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. നിത്യതയിലേക്കുള്ള ഒരു ക്ഷണമാണ്. തന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ എന്താണ് നമുക്ക് ഉപേക്ഷിക്കാനുള്ളത്? ഞാൻ എന്ന ഭാവം തന്നെയാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ഒരാൾ അടിസ്ഥാനപരമായിട്ട് ഉപേക്ഷിക്കേണ്ടത്. ഞാൻ എന്ന ഭാവം. മറ്റുള്ളതൊക്കെ നമുക്ക് ദൈവം ദാനമായി നൽകിയതാണ്. നമ്മുടെ പണം, നമ്മുടെ വിദ്യാഭ്യാസം, കുടുംബം, മാതാപിതാക്കളൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ഞാനെന്ന ഭാവം ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ ചെല്ലാനാണ് നാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തീരേണ്ട അവസ്ഥയിലേക്കുള്ള മാറ്റം എന്ന ശിഷ്യത്വത്തെ നമുക്ക് നിർവചിക്കാം. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തീരേണ്ട അവസ്ഥയിലേക്കുള്ള മാറ്റം എന്നുള്ളതാണ് ശിഷ്യത്വത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് ശിഷ്യത്വം വളരെ ഈസിയായിട്ട് കിട്ടുന്നതല്ല, കൈപ്പേറിയതാണ്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യത്വത്തിലേക്ക് വരുന്ന ആള് ഉപേക്ഷിക്കണം എന്ന് യേശു പഠിപ്പിക്കുന്നത്. ഈ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക, നിനക്കുള്ള സ്വത്ത് ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും? അതിനെ യേശുവിനോട് പത്രോസ് ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്, കർത്താവിനെ സകലതും ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ എന്താണ് ലഭിക്കുക? ഞങ്ങൾ സകലവും ഉപേക്ഷിച്ച് നിന്റെ പിന്നാലെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ശിഷ്യന്മാരും എന്താണ് ലഭിക്കുക എന്നുള്ള ഒരു അന്വേഷണമായിട്ട് പോയവരാണ്. അതുകൊണ്ട് ഓർക്കേണ്ടത്
ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ എന്താണ് ലഭിക്കുക എന്നുള്ളൊരു ഓർമ്മ അല്ലെങ്കിൽ ആ ഒരു വിചാരം നമ്മിൽ നിന്ന് നോക്കണം. നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഇതൊരുപാട് ഉണ്ടായേക്കും. ഒരു വീട് കൂതാശയ്ക്ക് സുഹൃത്തിനെ ഒരാൾ ക്ഷണിക്കാൻ പോയി. കൂതാശ ക്ഷണിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വീട്ടിൽ കരുത്താമസം ക്ഷണിച്ച് അന്നേ ദിവസം അയാൾക്ക് വരാൻ പറ്റില്ല, മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞപ്പോൾ വഴി പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ ഇങ്ങനെ കയറി വന്ന് ഗേറ്റ് തുറന്ന് കോളിംഗ് ബെല്ലിൽ ഈ കൈമുട്ടുകൊണ്ട് അടിക്കാം. വളരെ വിചിത്രമായിട്ട് തോന്നിയല്ലേ? കോളിംഗ് ബെല്ല് സാധാരണ എങ്ങനെ അടിക്കുന്നത്? ചൂണ്ടുവരിൽ വെച്ചിട്ട് ഈ കൈകൊണ്ട് ഇയാൾ പറഞ്ഞു കൈമുട്ടുകൊണ്ട് അടിക്കാം. അവൻ്റെ അതിശയത്തോട് ചോദിച്ചത് എന്തെങ്കിലും പ്രത്യേകതയുള്ള ബെല്ലുകളാണ്. കൈകൊണ്ടല്ല, കൈമുട്ടുകൊണ്ട് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, 2 കൈയും സമ്മാനമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ അടിച്ചു. 2 കൈയും വീട് താമസത്തിനുള്ള സമ്മാനം കൊടുക്കുമ്പോൾ കൈകൊണ്ട് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കൈകൊണ്ട് വെച്ച് ഇങ്ങനെ ബെല്ലടിച്ചു. അപ്പോൾ പറയാതെ പറയുകയായിരുന്നു എന്തായിട്ട് വരണം, സമ്മാനമായിട്ട് വരണമെന്ന് പറയാതെ പറയുക. പത്രോസിന്റെ യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചതിൻ്റെ പിന്നാലെ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ക്രിസ്തു അതിന് പറയുന്ന മറുപടി വളരെയേറെ ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞു, ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുടുംബങ്ങളെ, നിലപുരിടങ്ങളെ ഉപേക്ഷിക്കുന്നവനെ ഈ ലോകത്ത് വെച്ച് തന്നെ അത് 10 മടങ്ങ് തിരികെ ലഭിക്കും. ഇതന്നെയാണ് പറയുന്നത്. ഇവിടെ വെച്ച് എനിക്ക് വേണ്ടിയോ എൻ്റെ നാമത്തിൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ചവനെ, കുടുംബം ഉപേക്ഷിച്ചവനെ, സഹോദരങ്ങൾ ഉപേക്ഷിച്ചവനെ അതിവിടെ വെച്ച് തന്നെ 10 മടങ്ങായി തിരികെ ലഭിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ഒരാളിൽ നിന്ന് എല്ലാ സ്വാർത്ഥതയും ഇല്ലാതാകുന്നതാണ് അതിനർത്ഥം. സ്വന്തം മാതാപിതാക്കൾ മാത്രമല്ല, മറ്റെല്ലാവരും മാതാപിതാക്കളെ പോലെയാണ്. സ്വാർത്ഥത ഇല്ലാതാക്കുക. സ്വന്തം അമ്മയുടെ ഗർഭത്തിൽ പിറന്ന അല്ലെങ്കിൽ വയറ്റിൽ പിറന്നവൻ മാത്രമല്ല സഹോദരൻ. നമ്മുടെ സമീപത്തുള്ളവരും സഹോദരന്മാരെ പോലെ അവരെ കരുതാനുള്ളൊരു മനസ്സുണ്ട്. ഇപ്പോൾ ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ ഉപേക്ഷിക്കുമ്പോൾ എല്ലാം നേടും. ഉപേക്ഷിക്കുന്നത് എൻ്റേത് 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 എന്ന്. യേശുവിന് വേണ്ടി മാതാപിതാക്കളെ ഉപേക്ഷിക്കുമ്പോൾ അത് 10 മടങ്ങ് ലഭിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവനെ നഷ്ടപ്പെടുകയല്ല, ലഭിക്കുകയാണ്. എന്താണ് ലഭിക്കുക? സ്നേഹവും സാഹോദര്യവും. നഷ്ടപ്പെടുത്തുന്നത് സ്വാർത്ഥതയാണ്. കർത്താവ് തൻ്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു നിൽക്കുന്നുവെന്ന് പറഞ്ഞ ആളോട് പറഞ്ഞല്ലോ, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ആചരിക്കുന്നവരൊക്കെ എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരനാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അല്പം കൂടെ നമുക്ക് വ്യക്തമാകും. ആയതിനാൽ ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ പ്രകടമായ ഒന്നാണ് അവൻ്റെ സ്വാർത്ഥത ഇല്ലാതാകും. സ്വന്തം മാതാപിതാക്കളല്ല, മറ്റുള്ളവരും മാതാപിതാക്കളെ പോലെ. സഹോദരങ്ങൾ സ്വന്തം അമ്മയുടെ നിന്ന് വന്നവരല്ല, മറ്റുള്ളവരും തനിക്ക് സഹോദരന്മാരെ പോലെ സ്നേഹിക്കാനുള്ള മനസ്സിൻ്റെ ഉടമയായിട്ട് മാറും. സ്വാർത്ഥത ഇല്ലാതാവുകയാണ് ശിഷ്യത്വം എന്ന് പറയുമ്പോൾ നാം വ്യക്തമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ക്രിസ്തു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ശകാരിക്കുന്നതും തിരുത്തുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ പത്രോസിലൊക്കെയാണ്. നമുക്കറിയാവുന്ന ശിഷ്യന്മാരൊന്നും അമാനുഷികരായിരുന്നു, വളരെ സാധാരണക്കാരായിരുന്നു, സാധാരണ മനുഷ്യരായിരുന്നു. അമാനുഷികമായ കഴിവോ ശക്തിയോ ഒന്നും ഇല്ലാത്തവരെയാണ് യേശു വിളിച്ചത്. വലിയ പാണ്ഡിത്യമില്ല, സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമില്ല, കേവലം സാധാരണ മനുഷ്യർ. അവരിൽ പ്രധാനിയായിരുന്നു പത്രോസ്, സാധാരണക്കാരനായ മത്സ്യത്തൊഴിലാളിയായ. അപ്പോൾ ഈ പത്രോസിനോടാണ് യേശു പലപ്പോഴും കയറുന്നതും തിരുത്തുന്നതും സ്നേഹിക്കുന്നതും തലോടുന്നതും ഉപദേശിക്കുന്നതും ശകാരിക്കുന്നതും ഒക്കെ പത്രോസിലൂടെയാണ്. പത്രോസിലൂടെ കർത്താവ് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ പത്രോസിനെ കർത്താവ് തിരുത്തുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ
ജീവിതത്തിലൂടെ തന്നെ ശിഷ്യത്വത്തിലേക്കുള്ള വെളിച്ചം നമുക്ക് നൽകുന്നുണ്ട്. അത് നമുക്ക് അല്പസമയം ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 16-13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. യേശുക്രിസ്തു മരണത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ അതിനു മുൻപ് മനസ്സിലാക്കേണ്ടത്, ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം എങ്ങനെയാണ്? തങ്ങളിൽ ആരാണ് വലിയത്? ഈ തർക്കം നിലനിൽക്കുന്നത്. ആ തർക്കം നിലനിൽക്കുന്ന സമയത്താണ് കർത്താവ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. മറ്റുള്ളവർ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നു. ജനങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? എല്ലാവർക്കും പരിചിതമായ സംഭവം. ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ട്. എന്താണ് തർക്കം? തങ്ങളിൽ വലിയവൻ ആരെന്നാണ്. ഈ ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ചിലർ മോശ എന്ന് പറയുന്നുണ്ട്, ചിലർ ഏലിയാവ് എന്ന് പറയുന്നുണ്ട്, ചിലർ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല ഉത്തരങ്ങൾ അവർ പറഞ്ഞു. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല പറയാൻ. പെട്ടെന്നാണ് ശിഷ്യന്മാരിങ്ങനെ ചാടിച്ചാടി ഉത്തരം. എന്നാൽ അടുത്ത ചോദ്യം ചില പ്രയാസമുണ്ട്. ക്രിസ്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ എന്നെ ആരെന്ന് പറയും? മറ്റുള്ളവരാരെന്ന് പറയുന്നു എന്നുള്ള ചോദ്യം വളരെ എളുപ്പത്തിൽ അവരെല്ലാവർക്കും ഉത്തരം പറയാനായിട്ട് കഴിയും. മോശയാണ്, ഏലിയാവാണ്, യോഹന്നാൻ സ്നാപകനാണ്, പല ഉത്തരങ്ങളും. ഇങ്ങനെയാണ് ജനങ്ങൾ അതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ യേശു വീണ്ടും ഒന്നും കൂടെ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? എനിക്ക് തോന്നുന്ന സമയം ചെറിയൊരു നിശബ്ദത അവിടെ ഉണ്ടായിരുന്നു. ഉത്തരം പറയാൻ പെട്ടെന്ന് എന്നൊരു ചോദ്യമല്ല. നമുക്ക് തന്നെ നിങ്ങൾക്ക് യേശു ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു മറുപടി പറയാൻ ബുദ്ധിമുട്ടാകും. പക്ഷേ ഒരുപാട് ഉത്തരങ്ങൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഏതാണ് ശരിയായ ഉത്തരം പുറത്തേക്ക് പറയേണ്ടതെന്ന് ആശങ്കപ്പെടും. അവിടെ ശിഷ്യന്മാർക്കും ഇങ്ങനെ ഉണ്ടായി. ഒരു നിശബ്ദതയെ ബന്ധിച്ചുകൊണ്ടാണ് വളരെ പ്രസക്തമായ ഉത്തരം പത്രോസ് പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു. കാരണം ക്ലാസ്സിലെ ഒരു കുട്ടി ഒന്നാമനാണെങ്കിൽ ടീച്ചറുടെ സ്നേഹവാത്സല്യം കിട്ടണമെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എഴുന്നേറ്റ് നിന്ന് ശരിയായ ഉത്തരം പറയണം. ഇവിടെ അത്തരത്തിലുള്ള അവസ്ഥയാണ്. ആരാണ് വലിയതെന്നുള്ള തർക്കം നിലനിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് യേശു ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ആ ഉത്തരം കൃത്യമായിട്ട് പത്രോസ്ലീഹ പറയുക. എന്നാൽ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉത്തരം പറഞ്ഞപ്പോൾ യേശു പത്രോസിനോട് പറയുന്നുണ്ട്, ശീമോനെ, ഇത് നിന്നെ പറയാനായിട്ട് ശക്തിപ്പെടുത്തിയത് ജഡത്തിന്റെ മനസ്സല്ല, പിന്നെ ആരാണ്? സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ്. ജഡത്തിന്റെ ആത്മാവല്ല ഇത് നിനക്ക് പറഞ്ഞു വെളിപ്പെടുത്തി തന്നത്. ഈ സ്വർഗീയ വെളിപാട് എനിക്ക് പറഞ്ഞു തന്നത് ജഡത്തിന്റെ ആത്മാവല്ല, പിന്നെ ആരാണ്? സ്വർഗത്തിലുള്ള എൻ്റെ പിതാവ്. പക്ഷേ ഈ ശരിയായ ഉത്തരം പറഞ്ഞതിൻ്റെ ആ ഒരു മതിപ്പിൽ ഇത് എനിക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് എന്നുള്ള ക്രിസ്തുവിൻ്റെ വചനം പത്രോസ്ലീഹ വേണ്ടുവണ്ണം ശ്രദ്ധിച്ചില്ല. വരദാനം പറഞ്ഞതിൻ്റെ ഒരടയാളം, വരദാനം പറഞ്ഞതിൻ്റെ ഒരു ശക്തി ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വന്നു എന്നുള്ള ഒരു വിചാരം തന്നെയായിരുന്നു പത്രോസ്ലീഹയുടെ പിന്നീടുള്ള പെരുമാറ്റം. ഈ വാക്യങ്ങളിൽ 13 വരെയുള്ള 18 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. യേശു വീണ്ടും ഇവരൊക്കെ ചേർത്ത് വിളിച്ച് മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു തുടങ്ങി. തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. യേശു പലപ്പോഴും ശിഷ്യന്മാരെ ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട്. കാരണം ജീവിതത്തെക്കുറിച്ച്, ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പറഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. ക്രിസ്തു മരണത്തെക്കുറിച്ച് പഠിപ്പിച്ച് ജീവിതത്തിന് ഒരു വെളിച്ചം, ജീവിതത്തെക്കുറിച്ചൊരു ദിശാബോധം നൽകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ മരണം, ആ മരണഭയത്തിൽ
ഇവരെ മോചിപ്പിക്കുക എന്നുള്ള അർത്ഥം കൂടെ അതിനകത്തുണ്ട്. നമ്മയൊക്കെ ആത്യന്തികമായിട്ട് ഭയപ്പെടുത്തുന്നതാണല്ലോ മരണഭയം. മറ്റു ഭയങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കാനായിട്ട് പറ്റും. പക്ഷെ മരണം എന്ന് പറയുന്നത് നമുക്ക് വളരെയേറെ ഭയമുണ്ടാക്കുന്ന ഒന്നാണ്. ഏതൊരാളും മരണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ പ്രശ്നം തന്നെ അല്ലേ? ഇവിടെ വീടിനടുത്തൊരു സെമിത്തേരി വരാൻ ആരെങ്കിലും സമ്മതിക്കും? അനുവദിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ സെമിത്തേരിയൊക്കെ അനുവദിച്ചിട്ട് വലിയ പ്രയാസം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെയുള്ള സെമിത്തേരികളൊക്കെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ കണ്ണുമടച്ച് രാത്രിയൊക്കെ ആണെങ്കിൽ എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും ഓടും. കാരണം എന്താണ്? ഈ മരണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് ഭയമുണ്ടാക്കുന്നു. മരണഭയമുണ്ട്. മരണവുമായി ബന്ധപ്പെട്ട ഇടങ്ങളും ഭയപ്പെടുത്തുന്ന ക്രിസ്തു മരണത്തെ അതിൻ്റെ സൗന്ദര്യം കാണിച്ചു കൊടുത്താണ്. പിന്നെ കുന്നംകുളത്ത് ഒരു സംഭവം ഉണ്ടായത് വളരെ തമാശയായിട്ട് പറഞ്ഞതാണെന്ന് അറിയില്ല, എങ്കിലും യാഥാർത്ഥ്യം ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അവിടെ ആത്താറ്റ് എന്ന് പറയുന്ന ചരിത്ര പ്രധാനമുള്ള ഒരു ദേവാലയം. ആ ദേവാലയത്തിനോട് ചേർന്ന് വലിയൊരു സെമിത്തേരി. ആ സെമിത്തേരിയെ കുറിച്ച് പറഞ്ഞ ഏഷ്യയിലെ തന്നെ ഒന്നാമത്തെ വലിപ്പമുള്ള എന്ന് പറഞ്ഞാൽ ഒരു പള്ളിക്ക് മാത്രമായി ഇത്രയും വലിയ ഒരു ശവക്കോട്ട ഇല്ലെന്നാണ് പറയുന്നത്. അത്ര വലിയൊരു ശവക്കോട്ടയാണ്. ഒരറ്റത്ത് നനച്ചേട്ട നോക്കി കാണുന്ന അത്രയും. അപ്പം ഈ നോമ്പുകാലത്ത്, വലിയ നോമ്പുകാലത്ത് അവിടെ താമസിച്ച് ആളുകൾ ഈ നോമ്പിലെ യാമപ്രാർത്ഥനകളിൽ നോമ്പനുഷ്ഠിക്കാനും ശ്രദ്ധിക്കാനും ആർത്താനും. അങ്ങനെ ഒരു നോമ്പുകാലത്ത് ഈ യാമപ്രാർത്ഥനകളുടെ ഇടവേളകളിൽ ആളുകളിൽ സംസാരിക്കുമ്പോൾ ഇവർ പരസ്പരം ഒരു വാദം വെച്ചു. അതിലൊരാൾ വെച്ച് വാദം ഇങ്ങനെയാണ്: രാത്രി അർദ്ധരാത്രി ഈ ശവക്കോട്ടയുടെ അങ്ങേയറ്റത്തുള്ള കല്ലറയിൽ പോയി അവിടെ ആണിയടിച്ച് ആ കല്ലറയുടെ മുകളിൽ ഒരു ആണിയടിച്ച് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു വാദം. ഒരാൾ ഈ വെല്ലുവിളി ഏറ്റെടുത്തു, ഞാൻ പോകണം. അപ്പം ആരും കൂടെ പോകാൻ പാടില്ല, കയ്യിൽ വെളിച്ചം കരുതാൻ പാടില്ല, തനിയെ പോയി ആ നിലാവെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യണം. അയാളെ വെല്ലുവിളി ഏറ്റെടുത്ത് രാത്രി പോയി ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ വാദത്തിൽ തന്നെ നിന്നു. ഈ മനുഷ്യൻ മാത്രം പോയി കഴിഞ്ഞിട്ട് ചെയ്യുന്നില്ല, തിരിച്ചു വരുന്നില്ല. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്കൊക്കെ വെപ്രാളായിട്ട് വരുന്ന സംഭവിച്ചു. പോയിട്ട് കുറേ നേരമായപ്പോൾ തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു. ഒരു കുറച്ചു നേരം കൂടെ കാത്തുനിന്നിട്ട് വരാത്തപ്പോൾ ഇയാൾ അന്വേഷിച്ചു പോയപ്പോൾ എന്തുണ്ടായെന്നറിയാം? ഇയാളെ കല്ലറയിലിങ്ങനെ മൂന്നിട്ട് വിചാരിച്ച് കാറ്റ് പോയത് തന്നെ, എന്തോ പേടിച്ച് കാറ്റ് പോയത് തന്നെ എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ സംഭവിച്ച എത്രയുള്ളൂ. പുള്ളി ധൈര്യമൊക്കെ അവലംബിച്ച് പോയെങ്കിലും അവിടെ ചെന്നപ്പോൾ എന്തില്ല, ഉള്ളിൽ ഇങ്ങനെ പേടിയുണ്ട്. എന്നിട്ട് ആണി അടിച്ചപ്പോൾ അറിയാതെ ഇരുന്ന മുന്നേ തന്നെയാണ് മുണ്ടെടുത്തിട്ടാണ് പോയത്. മുണ്ടെടുത്ത് ആ മുണ്ട് ചേർത്ത് വെച്ചിട്ട് ആണി അടിച്ചപ്പോൾ വെപ്രാളത്തിന് ഈ പറഞ്ഞ ധൈര്യമൊന്നുമില്ല, പറഞ്ഞ പോലെ ധൈര്യമൊന്നുമില്ല. വെപ്രാളത്തിന് ചാടി കൊണ്ട് എഴുന്നേറ്റപ്പോൾ ഈ കല്ലറ തന്നെ പിടിച്ച് അതിലേക്ക് വലിക്കുകയാണോ, അതെ മരിച്ചു കിടക്കുന്ന ആൾ തന്നെ പിടിച്ച് അതിലേക്ക് തന്നെ വലിക്കുകയാണെന്നുള്ള ബോധ്യം വരികയും ബോധം കണ്ട് അവിടെ വീഴുകയും ചെയ്തു. പിന്നെ അവരൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊടുത്ത് തെളിച്ചപ്പോഴാണ് ഓർമ്മ വന്ന്, അങ്ങനെ ഇവർ കണ്ടു പറഞ്ഞു, പേടിക്കേണ്ട, എന്നെ ആ മൃതദേഹം പിടിച്ചു വലിച്ചതല്ല, എൻ്റെ മുമ്പിൽ തന്നെ നീ ആണിയടിച്ചത് കൊണ്ടാണ് ഭയപ്പെട്ടത് എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞത് മരണവുമായി ബന്ധപ്പെട്ട ഇടങ്ങളൊക്കെ വളരെയേറെ ഭയപ്പെടുത്തുന്ന അനുഭവമാണെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രത്യാശയിൽ ഇത് വലിയ പറുദീസയുടെ അനുഭവമാണ്. നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ചൊല്ലുന്ന ഗാനങ്ങളും പ്രാർത്ഥനകളൊക്കെ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? വളരെ വിരളമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇതൊന്നും നമുക്ക് അറിയില്ല, ഞങ്ങളാരും പഠിപ്പിക്കുന്നില്ല എന്നുള്ള പരാതി പറയുന്നത് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആരൊക്കെ കരയുന്നുണ്ട്, മക്കൾ കരയുന്നോ, മരുമക്കൾ കരയുന്നോ, അവരെങ്ങനത്തെ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആരാധനയിലും നമ്മുടെ പ്രാർത്ഥനയിലും നമ്മൾ
നമസ്കാര ശുശ്രൂഷയിൽ പറയും, ശുഭമോട് കോവിൻ വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. മരിക്കുന്ന ഒരാളെ എന്തുമാത്രം പ്രത്യാശയോടെയാണ് യാത്ര അയക്കുന്നത്. ഇതാ ഇപ്പോൾ ഇവിടെ ഈ വാതിലടയ്ക്കപ്പെടുകയാണ്. ഈ കല്ലറയുടെ ആകാം, ആ ശവപ്പെട്ടിയുടെ ആകാം, എന്തിൻ്റെ ആകാം, ഇതായി വാതിൽ അടയ്ക്കപ്പെടുകയാണ്. പക്ഷേ ഇനി ഒരു നാൾ വരും, അന്ന് ആര് വാതിൽ തുറന്നു തരും? കർത്താവ് വാതിൽ തുറന്നു. ഇപ്പോൾ സമാധാനത്തോടെ പോകുക. ഈ വാതിൽ അടയ്ക്കപ്പെടട്ടെ, ഈ കല്ലറ അടയ്ക്കപ്പെടട്ടെ. പക്ഷേ ഒരു സുദിനമുണ്ട്. ആ സുദിനത്തിൽ കർത്താവ് നിങ്ങൾക്ക് വാതിൽ തുറന്നു തരും. അതിനോട് ചേർത്ത് പാടുകയാണ്, ക്രോപകളാകും ശ്രാപ്തികൾ കുഴലും പറുദീസാതൻ അവകാശി വരിക. പറുദീസയുടെ അവകാശിയെ ശ്രോപ്പേന്മാരും ക്രോപേന്മാരും ആർപ്പുവിളിയോടെ സ്വീകരിക്കുന്ന രംഗം അത് ആവിഷ്കരിച്ചുകൊണ്ടാണ് പ്രതീക്ഷയോടെ ഒരാളെ പറഞ്ഞയക്കുന്നത്. ഇത് നിരാശയിലേക്കല്ല, സങ്കടത്തിലേക്കല്ല, ഒന്നുമില്ലായ്മയിലേക്കല്ല, പിന്നെ എന്താണ്? കർത്താവ് വാതിൽ തുറക്കുന്ന ഒരു ദിവസത്തിലേക്ക്. ശ്രോപ്പേന്മാരും ക്രോപേന്മാരും ആർപ്പുകളോടെയും കിന്നരങ്ങളോടെയും സ്വീകരിക്കുന്ന ഒരു ദിവസത്തിലേക്ക്, ആ ദിവസത്തിലേക്കാണ് യാത്ര അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്ത് പ്രതീക്ഷയോടെയാണ് ഈ ശുശ്രൂഷ നമ്മൾ നിർവഹിക്കുന്നത്? എന്ത് സ്നേഹത്തോടെയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്? അത് വെറുതെ പറയുന്നതല്ല, നമ്മുടെ പിതാക്കന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം മരണം ക്രിസ്തുവിനോടുള്ള വാസം. ഒരുപക്ഷെ ഇതിനു മുൻപൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതാണ്. മരണം ക്രിസ്തുവിനോടുള്ള വാസം. വേർപാട് സഭകളൊക്കെ അത് വേദവിപരീതമാണ് എന്നൊക്കെ പറയുന്നത് വളരെ നിർഭാഗ്യകരമാണ്. നമ്മുടെ സഭയുടെ ഏത് പ്രാർത്ഥനയും ഏത് ആരാധനയും ഇതിലെടുത്തു നോക്കുക, വാങ്ങിപ്പോയവരെ കുറിച്ച് ഓർക്കാത്ത പ്രാർത്ഥനകൾ. ഞങ്ങളുടെ മരിച്ചുപോയവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം അർപ്പിക്കും. അവർ നമ്മോടൊപ്പമുണ്ട്. ഇതാണ് വിശുദ്ധ വചനം തന്നെ പഠിപ്പിക്കുന്നത്. ഈ പള്ളിയിൽ ചിലപ്പോഴൊക്കെ വൈദികർ ഓർമ്മപ്പെടുത്തും, ഈ മധ്യഭാഗത്ത് ഈ നടപ്പാതയിൽ നിങ്ങൾ ഇരിക്കരുത് നിൽക്കരുതെന്ന് പറയുന്നത് അത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള കാര്യമാണ്. മരിച്ചവർക്ക് നിൽക്കാൻ അങ്ങനെ പ്രത്യേക സ്ഥലത്തിൻ്റെ ആവശ്യമില്ല, എങ്കിലും പ്രതീകാത്മകമാണ്. ഇവിടെ അവരുടെ സാന്നിധ്യമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അവർ നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് അവർക്ക് പ്രത്യേക സ്ഥലം ഒഴിച്ചിട്ടത്. അല്ലെങ്കിൽ ഈ നടപ്പാത അവർക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയപ്പെട്ടു. അവരും കൂടെ ഇവിടെ ഉണ്ട്, അവരും നമ്മോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മ നമ്മിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അല്ലാതെ അവിടെ നിന്നുപോയത് കൊണ്ട് ആപത്തൊന്നുമില്ല. കാരണം പോയി മരിച്ചവർക്ക് നിൽക്കാൻ പ്രത്യേക സ്ഥലം വേണ്ട. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം ഒഴിവുണ്ടായാലും മതിയാവുകയില്ല. അപ്പോൾ ഇതൊരു പ്രതീകാത്മകമായ കടയാണ്. അവർ നമ്മോടൊപ്പം ഉണ്ടെന്ന് മറന്നു പോകുന്നത്. പരിശുദ്ധനായ പൗലോസ് പറയുന്നത്, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുന്നതിൽ അഭിമാനിക്കും. ഇത് പ്രത്യാശയോടെയാണ് പൗലോസ് പറയുന്നത്. അതുപോലെ പറയുന്നത്, ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. മരണം നമുക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ജീവനിലേക്കുള്ള പ്രവേശനം. നമ്മൾ വാങ്ങിപ്പോയവരെ കുറിച്ച് ഓർക്കുന്നത് പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ നടത്തുന്നതുകൊണ്ട്. മരണത്തെക്കുറിച്ച് കർത്താവ് വർണ്ണിക്കുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് മുറിക്കുന്നത്. ഇതാണ് എത്ര എളുപ്പമായിട്ടാണ് നമുക്ക് വിത്തിനോടാണ് മരണത്തെ തുല്ലിക്കുന്നത്. വിത്തിന്റെ പ്രത്യേകത കാണാൻ പറ്റും. മണ്ണിനടിയിലാണെങ്കിൽ വിത്ത് കാണാൻ പറ്റും? ഇല്ല, അതവിടെ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും അതിന് ജീവനുണ്ട്. ആ ജീവനുള്ളത് കൊണ്ടാണ് അത് വളരുന്നത്. അത് വളരുന്നത് ജീവനുള്ളത് കൊണ്ടാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അതവിടെയുണ്ട്, അതിന് ജീവനുണ്ട്, അത് വളരും. ഇതുപോലെയാണ് മരണം. ഒരു വിത്തിന്റെ അനുഭവത്തിൽ കുറച്ചു നാൾ നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, നമുക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ പുതിയ
ഭാഗ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് തോന്നിയിട്ടുണ്ട്? ഒപ്പം തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ തോന്നുന്നു, പ്രയോജനത്തിന് വേണ്ടിയാണോ പ്രാർത്ഥന? ഈ പ്രയോജനത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥന എന്ന് പറയുന്നവരാണ് ഭാഗ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രയോജനത്തിന് വേണ്ടിയുള്ള ഒരു വ്യായാമമല്ല. പ്രാർത്ഥന നമ്മെ ശുദ്ധീകരിക്കാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. ഒപ്പം തന്നെ നമ്മുടെ ചുമതല. പ്രാർത്ഥിച്ചതൊക്കെ നേടിയവരാണോ ഇരിക്കുന്നവരോരോരുത്തർ? നമ്മളോട് നിന്നെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചതൊക്കെ ദൈവം നമുക്ക് നൽകാറുണ്ട്. ചിലത് നൽകില്ല, ചിലത് അല്പം താമസിക്കും, ചിലത് നമ്മൾ ചോദിക്കുന്നതിനേക്കാളും നമുക്ക് ഉചിതമാണെന്ന് കരുതി മറ്റെന്തെങ്കിലുമായിരിക്കും കാത്തുവെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന നമ്മൾ ചോദിച്ചതൊക്കെ ഇങ്ങനെ കിട്ടാനുള്ള ഒരു പരിപാടിയാണ് വിചാരിക്കുമ്പോഴാണ് പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രയോജനം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവുന്നത്. ഓർക്കേണ്ടത്, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പ്രയോജനത്തിന് വേണ്ടി ചെയ്യുന്നൊന്നുമില്ല, നമ്മുടെ കടമയാണ്. രണ്ടാമത്, പ്രാർത്ഥന നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഒപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ പറയുന്നുണ്ട്, നിനക്ക് സ്തുതിയുടെ ആവശ്യമുണ്ടായിട്ടില്ല. ദൈവമേ നീ പരിശുദ്ധനാകുന്നത് നമ്മൾ പറഞ്ഞതുകൊണ്ടല്ല ദൈവം പരിശുദ്ധനാകുന്നത്. പിന്നെ അത് പറയുന്നത് എന്തിനാണ്? നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ദൈവത്തിന് സ്തുതി കൊടുക്കുന്നതും നിനക്ക് സ്തുതിയുടെ ആവശ്യമുണ്ടായിട്ടില്ല, പിന്നെയോ നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണെന്ന് പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണെന്ന് നോക്കണം. എന്നാൽ ദൈവസന്നിധിയിൽ സജീവരായിട്ടവരുണ്ട്, കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലേ പൗലോസ്‌ലീഹ പറഞ്ഞത്, ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുന്നതിൽ അഭിമാനിക്കുന്നു. റുത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ കൈവിടാതിരിക്കുന്ന ദൈവത്താൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു, നീ അനുഗ്രഹിക്കപ്പെട്ടു. ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ കൈവിടാതിരിക്കുന്ന ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ കരുണ ജീവിച്ചിരിക്കുന്ന നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആർക്കും ലഭിക്കും, മരിച്ചുപോയവർക്കും ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നമ്മുടെ ഈ ശിഷ്യത്വത്തിന്റെ ഭാഗവുമായി അത് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ്, പത്രോസ്ലീഹയോട് ശിഷ്യന്മാരോട് ചേർന്ന് ക്രിസ്തു ഈ മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ജീവിതത്തിനൊരു ദാർശനികത ഉണ്ടാകാൻ വേണ്ടി, ഒരു കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ച് ലഭിക്കാൻ വേണ്ടി, മരണഭയത്തിൽ നിന്ന് ഒരു വിടുതലുണ്ടാകാൻ വേണ്ടി. നമ്മൾ സാധാരണ മരിച്ചതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് മരിച്ചത് ചോദിക്കല്ലേ? എങ്ങനെയാണ് മരിച്ചത്? എത്ര വയസ്സുണ്ടായിരുന്നു? അപകടമായിരുന്നു? അത് രോഗമായിരുന്നു? പക്ഷെ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ചോദ്യം വീണ്ടും ജീവിതത്തെക്കുറിച്ച് തന്നെയായിരിക്കും. എങ്ങനെയാണ് ജീവിച്ചത്? എങ്ങനെയാണ് ജീവിതം? അതൊരു പ്രധാനപ്പെട്ട ഒരു നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഒരു നല്ല മരണത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയായിട്ട് നമുക്കാകണം. ഒപ്പം തന്നെ മരണം നിത്യതയിലേക്കുള്ള ഒരു വൃക്ഷം നിൽക്കുമ്പോഴും അതിൻ്റെ തണല് നമുക്ക് ലഭിക്കും, അതിൽ നിന്ന് പഴങ്ങൾ ലഭിക്കും, അതിൻ്റെ ഇലകളുണ്ട്. പക്ഷേ ഈ വൃക്ഷം മറഞ്ഞു വീഴുമ്പോൾ പിന്നെ തുറന്നു കിട്ടുന്നത് എന്താണ്? വലിയ ആകാശമാണ്. വൃക്ഷത്തിൻ്റെ തണല് നഷ്ടപ്പെട്ടാലും അതിൻ്റെ ഫലങ്ങളില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്നത് വലിയ ആകാശമാണ്. ഒരു വൃക്ഷം, ഫലം നൽകുന്ന വൃക്ഷം ആകാശം സമ്മാനിച്ച് അത് മറിഞ്ഞു വീഴുന്നത് പോലെയാണ് മരണത്തിലൂടെ ലഭിക്കുന്നത് നിത്യതയിലേക്കുള്ള ക്ഷണമാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് തൻ്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് വരദാനങ്ങൾ വെളിപ്പെടുത്തിയതുകൊണ്ട് മാത്രം നമ്മൾ ശിഷ്യന്മാരാണ്. പത്രോസ്ലീഹ അങ്ങനെ വിചാരിച്ചു. ഈ സ്വർഗീയ വെളിപാട് പറഞ്ഞു. എന്താ വെളിപാട് പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ
യേശുവിനെ തോളിൽ കൈയിട്ടുകൊണ്ട് മാറ്റി നിർത്തി. നോക്കുക, ഗുരുനാഥന്റെ അടുത്ത് പരമാവധി സ്വാതന്ത്ര്യം പത്രോസിനെ എടുത്തു. കാരണം ശിഷ്യന്മാരിൽ വലിയവനാരാണ്? ഇപ്പൊ ഞാനാണ്. കാരണം ശരിയായ ഉത്തരം പറഞ്ഞത് ഞാൻ മാത്രമാണ്. യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് അങ്ങനെയൊന്നും സംഭവിക്കരുതേ, നിനക്ക് അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്ന് പറയാം എന്ന് പറഞ്ഞ് പ്രാരം ആണയിടാറുണ്ട്. ഉടൻ തന്നെ കർത്താവ് അല്പം മുൻപ് സ്വർഗീയ വരദാനങ്ങൾ വെളിപ്പെടുത്തിയ മാലാഖയാണെന്ന് പറഞ്ഞ അതേ നാമം കൊണ്ട് തന്നെ പറഞ്ഞു, സാത്താനെ, നീ പുറകിലേക്ക്. അപ്പൊ ശിഷ്യത്വത്തിന്റെ വഴിയിൽ വരുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചതല്ലാതെ മറ്റൊന്നും നമ്മുടെ കൈവശമില്ല. പത്രോസ്ലീഹ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവാണെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല, പിന്നെ എന്താണ്? ആരാണ്? സ്വർഗത്തിലുള്ള എന്റെ ദൈവമാണ്. ആ വെളിപ്പെടുത്തിയത് ഒരു പക്ഷേ പത്രോസ്ലീഹയുടെ ശ്രദ്ധയിൽ മതിയാതെയോ മറന്നുപോയത് കൊണ്ടോ ഈ വരദാനങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ പേരിൽ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരാമെന്നുള്ള ഒരു ധാരണയും. പക്ഷേ യേശു അതിനെ പ്രതിരോധിക്കുകയാണ്. അങ്ങനെയല്ല, നീ പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല, നീ സാത്താനാണ്, നീ എന്റെ പുറകിലേക്ക് പോവുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ആത്മീയ അഹന്ത എന്ന് പറയുന്നത് ആദ്യം തന്നെ എടുത്തു മാറ്റിക്കളയും. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ദാനമായി ലഭിച്ചതല്ലാതെ മറ്റൊന്നും നമ്മുടെ കൈവശമില്ല, ദൈവം നൽകിയതല്ലാതെ ഒന്നും നമ്മുടെ കൈവശമില്ല എന്നുള്ള പൂർണ്ണമായ ഉറപ്പ് നമ്മെ ഭരിക്കട്ടെ. രണ്ടാമത്, ശിഷ്യത്വവുമായിട്ട് ബന്ധപ്പെട്ട് പൗലോസ്ലീഹ ഉരിഞ്ഞു കളയുന്ന മറ്റൊന്ന് നിയമങ്ങൾ അനുസരിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. പത്രോസ്ലീഹ ചോദിക്കുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അത് 18-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം. അതെ, ഇതാണ് ചോദ്യം അല്ലേ? സഹോദരൻ തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം. ഇത് നിയമങ്ങൾ പാലിക്കുന്നവരാണ് ഒരു പക്ഷെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നൊരു വിചാരമാണ്, ഞാൻ നിയമങ്ങളൊക്കെ പാലിക്കുന്നവരാണ്, ഞാൻ എല്ലാ അനുഷ്ഠാനങ്ങളും എടുക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്. പക്ഷേ ഇതൊക്കെ തന്നെ നമ്മെ ശുദ്ധീകരിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ അതിന് തന്നെ പൂർണ്ണമാകുന്നില്ല. യേശുവിനോട് ചോദ്യം ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നീ 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നത്രേ ഞാൻ പഠിപ്പിച്ചത്. ദൈവം മനുഷ്യരുടെ ഇടയിൽ ഇടപെടുന്നത് വളരെ പ്രായോഗികമായി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കർത്താവ് ഇങ്ങനെ പറഞ്ഞാണ് നടന്നത്, കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ലെന്നും പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇതെവിടെ പറയുന്നതാണ്? മോശയുടെ ന്യായപ്രമാണത്തിൽ കൽപ്പനകളിലൊക്കെ പറയുന്നതാണ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്താണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്? നിയമങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് വളരെ അപരിഷ്കൃതമായ മൃഗീയമായ പ്രതികാരമാണ് ഉണ്ടായിരുന്നത്. ഒരാളുടെ കണ്ണ് പൊട്ടിച്ചാൽ തിരികെ ചെന്ന് അവനെ മാത്രമല്ല അവൻ്റെ വീട്ടുകാരെ മുഴുവൻ കൊല്ലുന്ന ഒരു പ്രതികാര നടപടിയായിരുന്നു ഈ പഴയ കാലത്ത് ഈ നിയമങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ ഇടയിൽ ഉണ്ടായിരുന്നത്. യാതൊരുവിധ മാനദണ്ഡവുമില്ല, യാതൊരുവിധ പരിഷ്കൃത ഭാവമില്ല. വലിയ പ്രതികാരം, മൃഗീയമായ പ്രതികാരം എന്ന് പറയാം. ഒരാളെ കൊന്നാൽ അവരുടെ കുടുംബം മുഴുവനില്ലാതെ അങ്ങനെയുള്ള പ്രതികാരങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയോടാണ് ദൈവം ഇടപെടുന്നത്. എങ്ങനെ? നീ ഒരു കണ്ണ് നിന്റെ തകർത്താൽ നീ തിരിച്ചെന്ത് ചെയ്താൽ മതി? ഒരു കണ്ണ് എടുത്താൽ മതി. നിന്റെ പല്ലെങ്ങാനും നിന്നെ ഉപദ്രവിച്ച് അത് നശിപ്പിച്ചവരെ അവന്റെ തല വെട്ടേണ്ടതില്ല. എന്ത് ചെയ്താൽ മതി?
അവൻ്റെ ഒരു വല്ല് എടുത്താൽ മതി. അപ്പം നിനക്ക് എന്താണ് ചെയ്തത് അത് തന്നെ പ്രതികാരമായിട്ട് ചെയ്യും, അതിൽ കൂടുതൽ ചെയ്യുന്നത്. ഇതാണ് മോശയിലൂടെ ദൈവം ഇടപെടുന്നത്. അപ്പോൾ ഓർക്കേണ്ടത്, ഈ ഒരു കൽപ്പന മോശയ്ക്ക് ദൈവം കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രതികാര രീതി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിക്കുന്നത് വളരെ പൈശാചികമാണ്. അങ്ങനെയുള്ള ഒരു പ്രതികാര രീതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ദൈവം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അത്രയും പാടും, അതിൽ കൂടുതൽ ചെയ്യരുത്. കുറെ കഴിയുമ്പോൾ ദാവീദിന്റെ പുസ്തകത്തിലെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്പം കൂടെ മാറ്റം ദാവീദ് പറയുന്നുണ്ട്, ദൈവമേ എന്നോട് ഉപദ്രവിക്കുന്നവരെ, എന്നോട് പ്രതികാരം ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവമേ അവിടുന്ന് പ്രതികാരം ചെയ്യണമേ, അവിടുന്ന് വാദിക്കണം. അപ്പൊ ന്യായപ്രമാണങ്ങളിലും കൽപ്പനകളിലും പറഞ്ഞതിൽ അല്പം കൂടെ മാറ്റം വന്നു. എന്താണ് മാറ്റം? പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. നിന്നെ ഉപദ്രവിച്ചവനെ, നിന്നെ എതിർത്തവനെ, നിന്നോട് ചതി കാണിച്ചവനോട് നീയല്ല പ്രതികാരം ചെയ്യേണ്ടത്. ആര് ചെയ്തോളൂ? നിനക്ക് വേണ്ടി നിന്റെ ദൈവം പ്രതികാരം ചെയ്യും. അതിനാലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രതികാരം ചെയ്യും, എന്നോട് എതിർക്കുന്നവർക്ക് വേണ്ടി നീ വാദിക്കുന്നു. അപ്പൊ പ്രതികാരം നമുക്ക് ചെയ്യാൻ അധികാരമില്ല, അത് ദൈവം ചെയ്യേണ്ടതാണെന്ന് ഒരു ജനതയെ പഠിപ്പിച്ചു തുടങ്ങി. എന്നാൽ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും പ്രതികാരം എന്ന് പറയുന്ന വാക്കേ വേണ്ട എന്നാണ്. യേശു അതുകൊണ്ട് പഠിപ്പിച്ചത് 7 അല്ല 70 പ്രാവശ്യം ക്ഷമിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മളിവിടെ എഴുതി ഒരാൾ തെറ്റ് ചെയ്താൽ അവന്റെ നേരത്തെ ഒന്ന് അടയാളപ്പെടുത്താനാണ് അല്ലാത്തത്, ഒരിക്കലും അല്ല. അതായത് ഒരു പരിധി വെക്കേണ്ട ക്ഷമിക്കാൻ എന്ന് തന്നെയാണ്. നിന്നോട് ഒരു നാഴിക നടക്കാൻ ആവശ്യപ്പെടുന്നവനൊപ്പം 2 നാഴിക നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു പരിധി വെക്കേണ്ട, ഒരു നിയമം വെക്കേണ്ട. നിയമങ്ങൾക്കപ്പുറത്ത് പ്രവർത്തിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം വ്യാപരിക്കുന്നത്. ഇതിന്റെ ഒരു ചകിട്ടത്തടിക്കുന്നവനെ മറ്റൊരു ചകിട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അതിന് അർത്ഥമാണ് 7 പ്രാവശ്യം ക്ഷമിക്കുക. ക്ഷമയ്ക്ക് പരിധി നിശ്ചയിക്കേണ്ട, അതിന് പരിമിതിയില്ല, അനന്തമായി ക്ഷമിക്കുക. ഇതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്നവരാണ് ഈ ഒരു വിചാരത്തോടുകൂടെ വ്യാപരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നിയമങ്ങൾ എന്ന് പറയുന്നത് വാതായനങ്ങൾ, മതിലുകൾ. അപ്പോൾ ഈ ദേവാലയത്തിലേക്ക് നമുക്ക് കടക്കാനും ഇവിടുന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നത് ഇവിടെ ഈ കടക്കാനുള്ള വാതിലുകളുണ്ട്. ഈ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്, കാറ്റ് കയറുന്നത്, ഇതിന് ഈ വെളിച്ചവും വായുവും കയറാനുള്ള വാതായനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. നിയമം അങ്ങനെയായിരിക്കും. മതിലുകളാണ് പറയുന്നത്. ഇത് മുഴുവൻ മതിൽ പോലെയാണെങ്കിൽ ഇതിലേക്ക് ആർക്കും പ്രവേശിക്കാനും കഴിയില്ല, ആർക്കും പുറത്തേക്ക് ഇറങ്ങാനും കഴിയില്ല. അപ്പൊ നിയമങ്ങൾ മതിലുകളല്ല, വാതായനങ്ങളാണ് എന്ന് യേശു പഠിപ്പിക്കുക. അതുകൊണ്ടാണ് കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാപിനിയായ സ്ത്രീയെ എല്ലാവരും കൂടെ വിളിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. യേശു പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ. നിയമങ്ങൾക്ക് അപ്പുറമുള്ളൊരു സ്നേഹം. വളരെ സുന്ദരമായ ഒരു നിരീക്ഷണം അതിനെക്കുറിച്ച് പറയുന്നത്, യേശു സ്വന്തം അമ്മയെക്കുറിച്ച് ഓർത്തു വന്നത്. കാരണം ജോസഫ് എന്ന് പറയുന്ന ഒരു നീതിമാൻ ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെ തലകുനിച്ച് തൻ്റെ അമ്മയും നിൽക്കേണ്ടി വരുന്ന ഒരു രംഗം യേശു മനസ്സിലാക്കി. വളരെ വികാരപരമായിട്ട് തന്നെ കർത്താവ് പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവിടെ ആദ്യം കല്ലെറിയട്ടെ. അവർക്ക് ആർക്കും കല്ലെറിയാൻ കഴിഞ്ഞില്ല. കല്ലെറിയാൻ അവിടെ അവകാശമുണ്ടായിരുന്ന ഒരേ ഒരു ക്രിസ്തു മാത്രമാണ്. പക്ഷേ യേശു പറഞ്ഞു, സ്ത്രീയെ ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള നിരീക്ഷണമാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം അമ്മയെക്കുറിച്ച് കന്യകമറിയാമിന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ബൈബിളിൽ പറയുന്നത് പോലെ, സുവിശേഷങ്ങളിൽ പറയുന്ന പോലെ, അവൾ വിവാഹത്തിന് മുമ്പേ ഗർഭവതിയായി എന്നറിഞ്ഞിട്ട് ജോസഫ് എന്താ ചെയ്യുന്നത്? രഹസ്യമായി അവൾ ഉപേക്ഷിക്കാൻ മനസ്സിലാക്കി. ആരും അറിയണ്ട. ആ നീതിമാൻ അങ്ങനെയാണ് കരുതുന്നത്, ആരും അറിയാതെ അവൾ ഉപേക്ഷിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ആവുന്നതായിരുന്നു ഈ പാപിനിയായ സ്ത്രീയുടെ നിൽപ്പ് കണ്ടപ്പോൾ. ജോസഫ് എന്ന നല്ല പിതാവില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ തൻ്റെ അമ്മയും ഇതുപോലെ നിലവിളിച്ച് ഇങ്ങനെ കല്ലുപാടുകളുടെ മുമ്പാകെ നിൽക്കേണ്ടി
ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ അത്രയും ഉറ്റി നിൽക്കുന്ന കാരുണ്യമാണ് ഉണ്ടായത്. സ്ത്രീയെ ഞാൻ നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്താലെ. പ്രിയപ്പെട്ടവരെ, നിയമങ്ങൾ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കാൻ, നിയമങ്ങൾ അനുസരിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ആരും യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരാകുന്നില്ല. നമ്മൾ നോമ്പെടുക്കുമ്പോഴും നമ്മൾ ഉപവസിക്കുമ്പോഴും ഒക്കെ ഉള്ളിൽ നമ്മെ നാം നമ്മെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. എന്നാൽ പിന്നെ നോമ്പ് വേണ്ടെന്നാണ് അർത്ഥം. നിനിവേയിലെ ജനങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? നിനിവേയിലെ ജനങ്ങളെ കുറിച്ച് പറയുന്നത് അവർ ദൈവത്തെക്കുറിച്ച് അറിയാത്തവരാണ്. യോന പ്രസംഗിച്ചതിന് ശേഷം വലിയ മാറ്റമുണ്ടായി. അവരെത്ര ദിവസം ഉപവസിച്ചു എന്ന് പറയുന്നുണ്ട്? ഇല്ല. നമ്മൾ പലപ്പോഴും 3 ആണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെ പറയുന്നില്ല. 3 ദിവസമൊന്നുമല്ല. യോന പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഇന്നു മുതൽ 40 ദിവസത്തിനുള്ളിൽ നിനിവേ നഗരം ഉന്മൂലമാണ്. അവർ വലിയൊരു ഉപവാസം പരസ്യം ചെയ്തു. ഉത്തരം പറയുന്നു, അവർ ദൈവത്തിൽ വിശ്വസിച്ചു. ഒരു ഉപവാസം പരസ്യം. ഒരുപക്ഷെ ഏറ്റവും ചുരുങ്ങിയത് 40 ദിവസമെങ്കിലും അവർ 8-ലും 8-ലുമൊക്കെ കിടന്ന് അനുദപിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3 ദിവസമായിരുന്നു. വലിയ ഉപവാസം പരസ്യം ചെയ്തു. പക്ഷേ അവരുടെ പുസ്തകം പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ തങ്ങളുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് അവരുടെ പ്രവൃത്തികൾ മുഖേന മനസ്സിലായപ്പോൾ ദൈവം അവർക്ക് വരുത്താൻ നിശ്ചയിച്ചിരുന്ന ശിക്ഷാവിധി വരുത്തി. എന്താ പറയുന്നത്? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് അവരുടെ പ്രവൃത്തികളാൽ ബോധ്യപ്പെട്ടപ്പോൾ അവൻ അവർക്ക് വരുത്താൻ നിശ്ചയിച്ചിരുന്ന ശിക്ഷാവിധി വരുത്തിയില്ല. അപ്പോൾ നോമ്പെടുത്തത് കൊണ്ട് മാത്രമായില്ല, പ്രവൃത്തികൾ നന്മയുള്ളതായിട്ട് മാറി. ഇപ്പൊ ദൈവം നോക്കുന്നത് പ്രവൃത്തിയാണ്. വീണ്ടും പ്രവൃത്തി നന്മയുള്ളതാണ്, നമ്മെ സഹായിക്കുന്നതാണ്. നോമ്പും ഉപവാസവും ആത്മീയമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ പ്രവൃത്തികളെ നന്മയിലേക്ക് നയിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. നിനിവേയിലെ ജനങ്ങൾക്ക് നേരെ അവരുടെ പ്രവൃത്തി നല്ലതാക്കാനായിട്ട് സാധിക്കില്ലേ? അതിലേക്ക് ചില ആത്മീയ നിഷ്ഠകളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. നോമ്പെടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ആത്യന്തികമായി അവരുടെ പ്രവൃത്തികൾ നന്മയുള്ളതായിട്ട് മാറിയപ്പോഴാണ് ദൈവം അവർക്ക് വരുത്താനുള്ള നിശ്ചയിച്ചിരുന്ന ദോഷം വരുത്താതെ പോയത്. പ്രിയമുള്ളവരെ, ഈ നിയമങ്ങൾ നമ്മെ സ്നേഹമുള്ളവരാക്കി മാറ്റാൻ സാധിക്കേണ്ടതാണ്. അതനുസരിക്കുന്നതിൻ്റെ പേരിൽ ഒരു ധാർഷ്ട്യവും നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് പത്രോസ്ലീഹയ്ക്ക് കൃത്യമായ ഉത്തരം യേശു ക്രിസ്തു കൊടുക്കാഞ്ഞത്. 7 വട്ടം ക്ഷമിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അനന്തമായിട്ട് ക്ഷമിക്കുക. യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ഒരാൾ രണ്ടാമതും ഉണ്ടാകേണ്ട ഭാവം പരിധിയില്ലാതെ ക്ഷമിക്കുക, പരിധിയില്ലാതെ നൽകുക. ഇത് ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഒക്കെ ഒരു ഭാവമാണ്, പരിധിയില്ലാതെ നൽകുക. നമ്മളൊക്കെ പറയും, കൊടുക്കുമ്പോഴാണെങ്കിലും വെറുതെ കൊടുക്കുകയാണെങ്കിലും ചൊല്ലില്ല, ഇങ്ങനെ അളന്ന് കൊടുക്കണം. കടലിൽ കളയാണെങ്കിലും അളന്ന് കളയണം. ഇതൊരു ചൊല്ലുണ്ട്. പക്ഷേ ദൈവം മനുഷ്യന് നൽകുമ്പോൾ അങ്ങനെ യാതൊരു അളവ് പോലും അവിടെയില്ല. അവൻ്റെ കയ്യിൽ ഇടങ്ങഴിയില്ല, അവൻ്റെ കയ്യിൽ ത്രാസില്ല. തൂക്കി നോക്കാതെയാണ് അവൻ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതെന്ന് നാം ഓർക്കേണ്ടതാണ്. കനാവിലെ കല്യാണ വിരുന്നിലെ യേശു വെള്ളത്തെ വീഞ്ഞാക്കി. ആ കൽഭരണികളിലെ വെള്ളം മുഴുവൻ വീഞ്ഞായി മാറിയത് അവരുടെ വിവാഹത്തിന് മാത്രമല്ല, 2-4 വിവാഹങ്ങൾക്ക് മതി വരുന്ന അത്ര സമൃദ്ധിയാണ് അവിടെ ഉണ്ടാക്കിയത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എല്ലാവർക്കും തിന്ന് തൃപ്തിയായതിനു ശേഷം വീണ്ടും ഉണ്ടായി 12 കൊട്ട നിറച്ചെടുത്തു. മത്സ്യം, വളരെ കുറച്ച് മത്സ്യം വിറ്റ് ഉപജീവനം നടത്താനായിട്ട് ശിഷ്യന്മാർ വലയുന്നില്ല. അവർക്ക് ഇതുവരെ കാണാത്ത അത്ര സമൃദ്ധി, അത്രമാത്രം മത്സ്യമുണ്ടായി. ഓർക്കുക, ദൈവ മനുഷ്യന് കൊടുത്തു തുടങ്ങുമ്പോൾ, അവൻ നൽകുമ്പോൾ അവൻ്റെ ശ്രീമണ്ടാണ് തുറന്നാൽ അവിടെ യാതൊരു അളവ് പോലുമില്ല. അവൻ തൂക്കി നോക്കാതെ, അളന്ന് നോക്കാതെ സമൃദ്ധിയായിട്ടാണ് നമുക്ക് നൽകുന്നത് എന്നൊരു ഓർമ്മ നമുക്കുണ്ടാകണം. അത് നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ വഴികളിൽ നാം ഓർക്കേണ്ട ഒന്നാണ്. മൂന്നാമതായി, ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ
അടയാളം വൈകാരികമായ ഭക്തിയെ ഇല്ലാതാക്കുക എന്നതാണ്. അതും പത്രോസിലൂടെ തന്നെ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. താബോർ മലയിലെ സംഭവം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയുണ്ട്. 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ താബോർ മലയിലെ സംഭവം അവിടെ വ്യക്തമാകുന്നുണ്ട്. മോശയും ഏലിയാവും ക്രിസ്തുവിനോടൊന്നിച്ച് സംഭാഷണം നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു വേദവാക്യമാണ്. നമ്മൾ വാങ്ങിപ്പോയവരെ കുറിച്ച്, നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരെ കുറിച്ചൊക്കെ ഓർക്കുകയും മനസ്സിലാക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ് താബോർ മലയിൽ സംഭവിക്കുന്നത്. മോശയുടെയും ഏലിയാവിൻ്റെയും സാന്നിധ്യം. പരിശുദ്ധന്മാരുടെ ഖബറിൽ നമ്മൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിൽക്കുന്ന ഊർജം ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. അതിനതിൻ്റെതായ ശക്തിയുണ്ട്. എൻ്റെ രാജാക്കന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് മോവാബ്യരുടെ പടക്കൂട്ടത്തെ കണ്ട് ഇസ്രായേൽ സൈന്യം അവിടെ വെച്ച് മരിച്ച ഒരാളെ ഒരു കല്ലറയിൽ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇസ്രായേൽ സൈന്യം മോവാബ്യരുടെ പടക്കൂട്ടത്തെ കണ്ട് ഓടിപ്പോകുമ്പോൾ കൂട്ടത്തിൽ മരിച്ച ഒരാളെ ഒരു കല്ലറയിലേക്ക് ഇട്ടു. എന്നാൽ ആ കല്ലറ എലീശയുടെ കല്ലറയാണ്. ആ കല്ലറയിൽ എലീശയുടെ അസ്ഥികൾ ഈ മൃതശരീരത്തെ സ്പർശിച്ചപ്പോൾ ഇവൻ ജീവനുള്ളവനായി ഉയർത്തെഴുന്നേറ്റു. ഓർക്കുക, യാതൊരു വിശ്വാസവുമില്ലാതെ എലീശയുടെ കല്ലറയാണെന്നോ ആ പ്രവാചകന്റെ കുഴിയാണെന്നോ ഒന്നും അറിയാതെ ഓടിപ്പോകുന്ന വഴിക്ക് ഒരു മൃതശരീരത്തെ ഒഴിവാക്കിയതാണ്. ആ മൃതശരീരത്തിന് വിശ്വാസം, പക്ഷേ എലീശയുടെ അസ്ഥികൾക്ക് ശക്തി. അതുകൊണ്ട് എലീശയുടെ അസ്ഥികൾ തൊട്ടപ്പോൾ മൃതദേഹം ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവർ, നമ്മൾ വിശ്വാസത്തോടെ ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥന, പരിശുദ്ധ പിതാക്കന്മാരുടെ കബറിൽ നിന്നുകൊണ്ട് നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥന, അവരുടെ കല്ലറയിൽ നമ്മൾ സ്പർശിക്കുമ്പോൾ ആ പരിശുദ്ധന്മാരുടെ അസ്ഥികളിൽ നിന്നുണ്ടാകുന്ന ചൈതന്യം നമുക്ക് വർണ്ണിക്കാവുന്നതിനപ്പുറത്താണ്. വിശുദ്ധ ബൈബിളിലെ തന്നെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മോശയും ഏലിയാവും നിന്നുകൊണ്ട് യേശുവുമായിട്ട് സംവദിക്കുന്ന സുന്ദരമായ ഒരു രംഗമാണ് താബോർ മലയിൽ ഉണ്ടാകുന്നത്. അവിടെ പ്രത്യേകത ഉണ്ട്. അവിടെ 3 ശിഷ്യന്മാർ, അതിലൊരാളാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഈ 3 പേരെയും കർത്താവ് അവിടേക്ക് കൊണ്ടുചെന്നു. അവിടെ പറയുന്നത് അവർ നിദ്രാപാനമുള്ളവരായിരുന്നിട്ട് അവർ ഉണർന്നിരുന്ന് യേശുവിനുണ്ടായ മഹത്വം ദർശിച്ചു. നിദ്രാപാനമുള്ളവരായിരുന്നിട്ടും ഉണർന്നിരുന്ന് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിനുണ്ടായ മഹത്വം ദർശിച്ചു. ഈ 3 പേരെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം. അതെവിടെയാണ്? കർത്താവ് കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ 3 പേരും ഇപ്പോഴുണ്ട്. ഗത്സമനയിൽ വെച്ച് യേശുവിൻ്റെ ക്രൂശുമരണത്തിന് തൊട്ട് മുൻപ് പത്രോസും യാക്കോബും യോഹന്നാനും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി അല്പനേരം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. 3 പ്രാവശ്യം നോക്കുമ്പോഴും ഈ 3 പേരും ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇങ്ങനെയാണ് എഴുതുന്നത്, അവർ നിദ്രാപാനമുള്ളവരായിരുന്നുകൊണ്ട് അവർ ഉറങ്ങിപ്പോയി. എന്നാൽ താബോർ മലയിൽ നിദ്രാപാനം ഉണ്ടായിട്ടും അവർ ഉറങ്ങിയില്ല. കാരണം എന്താണ്? ഇത് മഹത്വത്തിൻ്റെ കാഴ്ചയാണ്. ഗത്സമന സങ്കടങ്ങളുടെ താഴ്വരയാണ്, സങ്കടങ്ങളുടെ തോട്ടമാണ്. താബോർ മഹത്വത്തിൻ്റെ പർവ്വതം. അപ്പം മഹത്വത്തിൻ്റെ പർവ്വതത്തിൽ ഉണർന്നിരിക്കാൻ ആളെ കിട്ടും. സങ്കടങ്ങളുടെ ഗത്സമനയിൽ പക്ഷെ ആരുണ്ടാവില്ല. നമുക്ക് തന്നെ അറിയാലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. പഠിക്കാൻ പുസ്തകം എടുത്ത് നിർത്തിയാൽ എപ്പോൾ ഉറക്കം വരും. ചില രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്ന, പഠിക്കാൻ പുസ്തകം എടുത്ത് നിർത്തിയാൽ അത് ഉറക്കം വരും. ആ പുസ്തകം അടച്ചു വെച്ച് നേരെ TV ഓണാക്കിയാലോ ഉറക്കം വരും അല്ലേ? പ്രാർത്ഥിക്കാനും നമ്മുടെ സ്ഥിതി അത് തന്നെയാണ്. അതുകൊണ്ട് പല ആളുകൾ പറയുന്നത് ഈ കഷ്ടാനുഭവത്തിൽ ഇത്ര സമയം വേണ്ട, നമസ്കാരം
ദൈർഘ്യമേറിയ ശുശ്രൂഷകൾ എന്തിനാണ് തോന്നാറില്ല? അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും. ഉറക്കം വരുന്നത് മാനുഷികമായ ശാരീരികമായ സവിശേഷതകളുടെ ഭാഗമാണ്. രാത്രി നമസ്കാരത്തിലൊക്കെ ചിലപ്പോൾ ഒരു നിശബ്ദത വരുമ്പോൾ കൂർക്കം വലിക്കുന്ന ശബ്ദം കേൾക്കും. പെരുന്നാളിനൊക്കെ അന്തപ്പെട്ടിട്ട് തുടങ്ങിപ്പോവാണ്. പള്ളിയാണെന്നൊക്കെ പറഞ്ഞ വീട്ടിലെ കിടക്കയെടുക്കാന്ന് കരുതിയിട്ട് അല്ല, കൂർക്കം വലിച്ചാണ്. എന്താണ് അങ്ങനെ പറ്റുന്നത്? അങ്ങനെ പറ്റുന്നത് നമ്മുടെ മനസ്സ് ആകുന്നില്ല. മനസ്സുണ്ടെങ്കിൽ ഉറക്കം വരില്ല. നിങ്ങൾക്ക് നല്ല പുസ്തകം, ഒരു നോവൽ നല്ലത് വായിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോവൽ വായിക്കുകയാണെങ്കിൽ ഉറക്കം വരില്ല. ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുകയാണെങ്കിൽ ഉറക്കം വരില്ല. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരും. അപ്പം എന്താ കാര്യം? നമ്മുടെ ഇഷ്ടം, നമ്മുടെ മനസ്സ് അതിനില്ല. അതരജൽപരമായിട്ടുള്ള ഒരു വീട്ടിൽ കൗതുകകരമായിട്ട് പറയാനുണ്ട്. ഞങ്ങൾക്കുള്ള കർത്താവ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ചൊല്ലിയും അവസാനിക്കുന്നില്ല, തീരുന്നില്ല. കാരണം എന്താണ്? അവിടെ രണ്ട് ഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്. നിരപ്പ് നിറഞ്ഞ ഉറക്കത്തിൽ എന്ന് പറയുന്നൊരു ഭാഗം, നിരപ്പ് നിറഞ്ഞ ഉറക്കത്തിൽ. അങ്ങനെ ഞങ്ങളുടെ കർത്താവ് ചൊല്ലി വരുമ്പോൾ നിരപ്പ് നിറഞ്ഞ ഉറക്കത്തിൽ ചൊല്ലി, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നിരപ്പ് നിറഞ്ഞ ഒരു അന്തേയും എന്ന് പറയുന്ന ഒരു ഭാഗം, ഒരു വരി അങ്ങനെ തുടങ്ങുന്നത്. അത് തുടങ്ങുമ്പോൾ ഏതൊക്കെ ചൊല്ലി? നിരപ്പ് നിറഞ്ഞ ഉറക്കത്തിൽ. വീണ്ടും അവിടെ ചൊല്ലി നിരപ്പ് നിറഞ്ഞ ഉറക്കത്തിൽ. ചില തെറ്റുകൾ എല്ലാവരും ഒരുപോലെ ചെയ്യും. ശ്രദ്ധിച്ചിട്ടില്ലേ? കുട്ടികളൊക്കെ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ ചില തെറ്റ് എല്ലാവരും ഒരുപോലെ ആവർത്തിക്കും. അങ്ങനെ ആവർത്തിച്ച് എന്തത് അവർ പരസ്പരം നോക്കി തുടങ്ങി. ഞങ്ങൾക്കുള്ള കർത്താവ് ചൊല്ലിയിട്ട് തീരുന്നില്ല. സമയം അറിയാമല്ലോ. എന്താ പ്രശ്നം? മനസ്സർപ്പിക്കുന്നില്ല. മനസ്സവിടെയില്ല. മനസ്സത് കഴിഞ്ഞാൽ കാണാൻ പോകുന്ന സീരിയലിനെ കുറിച്ചാണ്. അപ്പം മനസ്സവിടെ നിൽക്കില്ല. മനസ്സ് നിൽക്കാത്തടത്ത് ശ്രദ്ധയുണ്ടാകില്ല. അപ്പം സന്തോഷത്തോടുകൂടെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഉറക്കം വരില്ല. ഇവിടെ ഈ 3 പേര്, ശിഷ്യന്മാർ 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഗത്സമനയിൽ ഉറക്കം വന്നു. താബോറിൽ ഉറക്കം വന്നില്ല. കാരണം അത് മഹത്വത്തിൻ്റെ ദർശനമാണ്. നമ്മുടെ വിഷയം അതല്ല. അവിടെ പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഞങ്ങൾ 3 കുടിലുകൾ, 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനയ്ക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഇനിയും. പ്രിയപ്പെട്ടവരെ, ഇതാണ് പറഞ്ഞത്, വൈകാരികമായ ഭക്തിയുടെ മോചനമായിരിക്കണം കർത്താവിന്റെ ശിഷ്യത്വം. യേശു സമ്മതിച്ചു, ഇന്ന് വേഗം ഉണ്ടാക്കിക്കൊണ്ടു അനുവദിച്ചില്ല. മറുപടിയെ പറയുന്നില്ല. കാരണം ഇത് അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, വൈകാരികമായ തലത്തിൽ നിന്നുകൊണ്ട് പറയുന്ന. അതുകൊണ്ടാണ് ആകാശത്തു നിന്നൊരു ശബ്ദമുണ്ടായി, വലിയൊരു പ്രകാശം അവിടെ ഉദിച്ചു. മോശയും ഏലിയാവും യേശുവും അവരുടെ മുഖമൊക്കെ സൂര്യനെ പോലെ വിളങ്ങി. 3 പേരും ബോധം കെട്ട് വീണു. നേരത്തെ കുടലുണ്ടാക്കാന്ന് പറഞ്ഞാണ് ബോധം കെട്ട്. അപ്പൊ എന്താ അവിടെ ഉണ്ടായത്? വൈകാരികമായ ഭക്തി. ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ, ചിലപ്പോൾ സിനിമ കണ്ടു കഴിയും. ഒരു സിനിമ കണ്ടൊക്കെ കഴിയുമ്പോൾ വൈകാരികമായ ആവേശം, 10 ആളോ വന്നാലും കൈ നോക്കാം എന്നൊക്കെ വിചാരിക്കുന്ന, അല്ലെ ആക്ഷൻ ചിത്രങ്ങളൊക്കെ കണ്ട് പുറത്തിറങ്ങി വരുമ്പോഴും ഒരു 5-6 ആളോ വന്നാൽ എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ ചിലപ്പോൾ യുവാക്കൾക്ക് തോന്നിയേക്കാം. എന്താണത്? വൈകാരികമായ ഒന്നാണ്. ഒരു ധ്യാനം കഴിയുമ്പോൾ പെട്ടെന്ന് അല്പനേരത്തേക്ക് വൈകാരികമാണ്. ഈ വൈകാരികമായ ഭക്തി, ആ ഭക്തി അധിക നേരം നിലനിൽക്കുന്നതല്ല. യേശുവിനത് മനസ്സിലായി. പത്രോസിലേക്ക് ഉണ്ടായതെന്നാണ് വൈകാരികമായ ഭക്തിയാണ്. ഈ 3 പേരും അന്ന് താബോറിൽ നിദ്രാഭാരമുണ്ടായി ഉണർന്നിരുന്ന മഹത്വം ദർശിച്ചത്, 3 കൂടാരങ്ങളുണ്ടാകാമെന്നൊക്കെ പറഞ്ഞത് വൈകാരികമായ ഒരു ഭക്തിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ്. അതിനധിക നേരം ആയുസില്ല, പെട്ടെന്ന് തീരും. അത് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ഒരാള് വൈകാരികമായ ഭക്തിയുടെ തലങ്ങളിൽ നിന്ന് മാറി നിന്ന് ആഴമായ ഒരു അനുഭവത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. യേശുക്രിസ്തു ഈ 3 കൂടാരങ്ങൾ അടിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ഇവിടെ എല്ലാം കൂടാരങ്ങൾ അടിക്കേണ്ടത് പർവ്വതത്തിൻ്റെ താഴ്വരയിൽ ജനങ്ങളുടെ മധ്യേ, അവിടെയാണ് നിങ്ങളുടെ കൂടാരം അടിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ധാരണ യേശുവിനുണ്ട്. അതുകൊണ്ട് വൈകാരികമായ ഭക്തിയുടെ തലവും കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ഒരാളിൽ നിന്ന് മാറിപ്പോകേണ്ടത്. മറ്റൊന്ന്,
വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വിശ്വാസവും അത്ഭുതവും. പൊതുവെ നമ്മളൊക്കെ അത്ഭുതങ്ങളുടെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പം ഇന്ന് ഇവിടെ ഒരു അത്ഭുതം കൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ആൾ കൂടില്ലേ? ഒരു കാര്യം നോക്കുക, അത്ഭുതങ്ങൾ നടക്കാത്ത ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ലാന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയും? അത്ഭുതം എന്ന് പറയുന്നതിനെ കുറിച്ച് അല്പം കൂടെ നമ്മുടെ ഉള്ളിൽ ധാരണ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ പല സുവിശേഷങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാരും കൂടെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവില്ലാതെ പടകിൽ യാത്ര ചെയ്യപ്പെട്ടു. പെട്ടെന്ന് കാറ്റും ഓളും വന്ന് ഈ പടക് മുങ്ങാറായി. ശിഷ്യന്മാർ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് യേശു കടലിൽ മീതെ നടന്ന് അപ്പോഴും ഇവിടെ പത്രോസ്ലീഹായുടെ കടലിന്മേ നടന്നു വന്നിട്ട് കാറ്റിനെ ശാസിച്ചു, പ്രകൃതിയെ ശാസിച്ചു. എല്ലാം ശാന്തമായി. ശിഷ്യന്മാരുടെ ഒരു ആശ്വാസം ഉണ്ടായി. പക്ഷെ പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവേ അത് അങ്ങാണെങ്കിൽ എന്നെ കൂടെ നടക്കാൻ അനുവദിക്കണം. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ആ വൈകാരികമായ ഭക്തിയുടെ മറ്റൊരു വശമാണ് അത്ഭുതങ്ങളിലേക്കുള്ള ക്ഷണം. ക്രിസ്തു പ്രവർത്തിച്ച ഈ അത്ഭുതം പത്രോസ്ലീഹയും വല്ലാതെ സ്പർശിക്കുക. എനിക്കും അതുപോലെ ചെയ്യണം, എനിക്കതുപോലെ ചെയ്യണം. പത്രോസ്ലീഹയുടെ ഈ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ, പത്രോസ്ലീഹയെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ കർത്താവ് എങ്കിൽ വരിക എന്ന് പറഞ്ഞു. അല്ലേ? കുറച്ച് നടന്നു തുടങ്ങി. വീണ്ടും പത്രോസ്ലീഹ തുടങ്ങി. നിലവിളിച്ചു. ഉടനെ കർത്താവ് കൈനീട്ടി പിടിച്ചു. പിന്നീട് എങ്ങനെയായിരിക്കും പത്രോസ്ലീഹ തിരിച്ച് പടകിലേക്ക് കൊണ്ടുണ്ടാകുന്നത്? നടന്നു വരേണ്ട നേരമുണ്ടോ? ഒന്ന് മുങ്ങിയത് നടന്നു വരില്ല. കർത്താവിൻ്റെ കൈകളിലാണ് പത്രോസ്ലീഹ പിന്നീട് പടകിലേക്ക് വന്നത്. അപ്പൊ അമിതമായ ഞാനൊരു വിശ്വാസിയാണ് എന്ന് അത്ഭുതത്തിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് വലിയ വിനയായിട്ട് മാറി. യേശുക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. ഇവിടെ ചെയ്ത അത്ഭുതം എന്താണ്? ഇവിടെ ഈ അത്ഭുതം ചെയ്തെന്താണ്? ശിഷ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷെ പത്രോസ്ലീഹ കടലിനെ നടക്കണമെന്ന് പറഞ്ഞതിന് വേണ്ടിയാണ്. വെറുതെ ഒന്നുമില്ല, എന്ന് കാണാൻ വേണ്ടിയാണ്. യേശു ചെയ്ത അത്ഭുതങ്ങൾ വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നില്ല. അതൊക്കെ പരീക്ഷണങ്ങളാണെന്ന് കർത്താവിന് ബോധ്യമുണ്ടായി. സാത്താൻ പറഞ്ഞില്ലേ, ദേവാലയത്തിന്റെ അഗ്രത്തിലേക്ക് നീ ചെല്ലുക, അവിടെ നിന്ന് താഴേക്ക് ചാടുക, എല്ലാവരും നിന്നെ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കും. മരിച്ച ഒരാളെ എഴുന്നേൽപ്പിച്ചാലേ ഈ അത്ഭുതം ചെയ്തുകൂടെ? യേശു ചെയ്തില്ല. കാരണം അതുകൊണ്ട് പ്രയോജനം മറ്റുള്ളവർക്കുണ്ടാകുന്നില്ല. തൻ്റെ നിയോഗം അതല്ല. സ്വയത്തിന് വേണ്ടി വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല അത്ഭുതങ്ങൾ ചെയ്യേണ്ടത്. അതിനൊരു റിസൾട്ട് ഉണ്ടാകണം, അതിനൊരു ദൈവികത ഉണ്ടാകണം. അതുകൊണ്ട് ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞപ്പോൾ ചാടിയില്ല. കല്ല് അപ്പമാകാൻ പറഞ്ഞപ്പോൾ അപ്പമാക്കിയില്ല. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ അനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണമാണ് അത്ഭുതം കാണിക്കുക. എല്ലാവരും പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ, നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരും. കള്ളന് പറഞ്ഞല്ലേ, നീ വലിയ ആളാണെങ്കിൽ എന്ത് ചെയ്യുക? നീ രക്ഷപ്പെടുക, ഞങ്ങളെ രക്ഷിക്കുക. അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ നിന്നെ വിശ്വസിക്കുക. അത്ര വലിയ സമ്മർദ്ദമായിരുന്നു യേശുവിന്റെ ക്രൂശിൽ അനുഭവപ്പെട്ടത് അത്ഭുതം കാണിക്കാൻ വേണ്ടി. പക്ഷേ യേശു ചെയ്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യേശു പ്രവർത്തിച്ച ഏറ്റവും വലിയ അത്ഭുതം തനിക്ക് വേണ്ടി ഒരു അത്ഭുതം കാണിച്ചില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, പൗരസ്ത്യ ആധ്യാത്മികതയിൽ അത്ഭുതങ്ങളുടെ സ്ഥാനം ഈ രീതിയിലാണ്. അത്ഭുതങ്ങൾ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തു പ്രവർത്തിച്ചത് അതിൻ്റെതായ സാന്നിധ്യത്തിലാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്ത് സാക്ഷ്യം പറയാൻ ആവശ്യമില്ല. നമ്മുടെ ആളുകൾ പലപ്പോഴും പരിഭവപ്പെടുന്ന ഒരാള് ദൈവം ചെയ്ത നന്മകൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് തന്നെ ഒരു വേദിയാക്കി അതിൻ്റെ സതുദ്ദേശം മാറ്റപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാക്ഷി പറച്ചിലുകൾ കച്ചവടമായി മാറുന്നത്.
യേശുക്രിസ്തു താൻ അത്ഭുതം താൻ സൗഖ്യപ്പെടുത്തിയവരോടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാചകം വളരെയേറെ ശ്രദ്ധേയമാണ്. പോവുക, നീ ഇതാരോടും പറയരുത്, നീ ഇതാരോടും പറയരുത്. കുഷ്ഠരോഗികളെ 10 പേരെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതാരോടും പറയരുത്. അവരെന്ത് ചെയ്തു? 9 പേര് പോയി മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു. ഒരാൾ മാത്രം യേശുവിൻ്റെ അടുത്തേക്ക് വന്നുള്ളൂ. ഈ അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഓർക്കുക, നമ്മൾ അത്ഭുതങ്ങളുടെ പിന്നാലെയല്ല പോകുന്നത്, യേശുവിൻ്റെ സമക്ഷത്താണ് വരേണ്ടത്. ക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരെ ദൈവികനാക്കാൻ വേണ്ടി, അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്ന പദം കൊണ്ട് വിളിക്കുന്നത്. അത്ഭുതം എന്നല്ല പറയാം. യോഹന്നാൻ ശ്ലീഹ യേശു ഏത് അതിശയം പ്രവർത്തിച്ചാലും ഇത് അടയാളങ്ങളായി കാനാവിലെ കല്യാണ വിരുന്നിനെ വെള്ളം പിഞ്ഞാക്കിയപ്പോഴും പറഞ്ഞത് അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ ഗലീലയിൽ വെച്ച് ചെയ്തു. അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം വായിച്ച് അതിശയിക്കാനുള്ളതല്ല, അതിനപ്പുറത്ത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മെ ദൈവികരാക്കാൻ വേണ്ടിയുള്ള പല മുഖാന്തരങ്ങളും അതിലുണ്ട് എന്നുള്ളൊരു ഓർമ്മ നമ്മെ ഭരിക്കണം. അതുകൊണ്ട് അത്ഭുതത്തിൻ്റെ പിന്നാലെയുള്ള നമ്മുടെ യാത്ര അത് തീർത്തും ദൈവികമല്ല എന്ന് ഓർക്കണം. ദൈവം നമ്മുടെ എല്ലാ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. യഥാർത്ഥമായ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പത്രോസ് ശ്ലീഹ ചെയ്യേണ്ടത് മറ്റൊന്നായിരുന്നു. മറ്റൊരു സന്ദർഭമുണ്ട്. യേശു ശിഷ്യന്മാരും യാത്ര ചെയ്യുമ്പോൾ പടക് മുങ്ങാറായി എല്ലാവരും നിലവിളിച്ചു. ഒരാൾ മാത്രം നിലവിളിച്ചതാരാ? യേശുവാണ്. യേശു പടകിൻ്റെ അമരത്ത് സ്വന്തമായിട്ടുള്ളതാണെന്ന് പറയുന്നു. ബാക്കിയെല്ലാം നിലവിളിച്ച സമയത്ത് യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കി. എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അവരുടെ കരച്ചിലിൻ്റെയും അവരുടെ ഭയത്തിൻ്റെയും കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ വിശ്വാസമില്ല. യേശു ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തിനാണ് പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത്? നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമില്ലേ? ഇവിടെ ഒരു യഥാർത്ഥ വിശ്വാസത്തിന്റെ അനുഭവത്തിലായിരുന്നെങ്കിൽ, വൈകാരികമായ തലത്തിൽ നിന്ന് മാറി ആഴമേറിയ വിശ്വാസത്തിന്റെ തലത്തിലായിരുന്നെങ്കിൽ, പത്രോസ് ശ്ലീഹ എഴുന്നേറ്റ് മറ്റു ശിഷ്യന്മാരെ കൂടെ സമാശ്വസിപ്പിച്ച് സാന്ത്വനപ്പെടുത്തി അവരെ ധൈര്യപ്പെടുത്തി ഭയപ്പെടേണ്ട എന്ന് പറയുമായിരുന്നു. അതുണ്ടായില്ല. മറ്റൊരുടെ കൂടെ പത്രോസ് ശ്ലീഹയും നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 3-4 കാര്യങ്ങളാണ് നാം ഓർത്തത്. ഒന്ന്, ആദ്യമായി പറഞ്ഞത് വരദാനങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ക്രിസ്തീയ ശിഷ്യത്വത്തിനെ ഉടമകളാകുന്നില്ല. പത്രോസിന്റെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് മനസ്സിലാക്കി. രണ്ടാമത്, നിയമങ്ങൾ പാലിക്കുന്നതിൻ്റെ പേരിൽ മാത്രം, നിയമങ്ങൾ അനുവർത്തിക്കുന്നതിൻ്റെ പേരിൽ മാത്രം അത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നില്ലെങ്കിൽ നമ്മളും ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ യഥാർത്ഥ അവകാശികളാണ്. 3, ചില സമയത്തെ വൈകാരികമായ ഭക്തിയുടെ പേരിൽ യേശുവിൻ്റെ ശിഷ്യന്മാരാകുന്നത്, അതും പത്രോസിന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പറഞ്ഞത്. 4-മതായി പറഞ്ഞത് വൈകാരികമായ വിശ്വാസം, അത്ഭുതത്തോടുള്ള സമീപനം, വളരെയേറെ കരുതലോടെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. അത്ഭുതങ്ങളുടെ പുറകിലുള്ള യാത്രയല്ല. അതൊക്കെ നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ള ബോധ്യമുണ്ടാകും. പിന്നെ എവിടെ വെച്ചാണ് പത്രോസ് ശ്ലീഹ മാറ്റം? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ വളരെ നിർണായകമായ മുഹൂർത്തമാണ് പത്രോസ് ശ്ലീഹയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എല്ലാം ഒരുപാട് അതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് കഴിയുന്ന ചുരുക്കി പറയും. 21-ാം അധ്യായത്തിൽ പത്രോസ് ശ്ലീഹ നിരാശയോടെ പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പഴയ തൊഴിലിലേക്ക് തന്നെ പോകാൻ വേണ്ടി. കാരണം മറ്റുള്ളവർക്കൊക്കെ യേശു ഉദ്ധാനം ചെയ്യുന്നവരൊക്കെ അവർ പോയി നോക്കി പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ പത്രോസിന്റെ ഉള്ളിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞവെന്ന നിലയിൽ ഇനി യാതൊരു അവസരവുമില്ല. മറ്റുള്ളവർക്കൊക്കെ ഇനിയും യേശുവിൻ്റെ ഒപ്പം നിൽക്കാനുള്ള അവസരമുണ്ട്. ഗുരുവിനെ തള്ളിപ്പറഞ്ഞവനായതുകൊണ്ട് ഇനി എനിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളൊരു ബോധ്യമായിരിക്കും പത്രോസിന് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്, ഞാൻ മീൻ പിടിക്കാൻ. മറ്റുള്ളവരൊക്കെ പലപ്പോഴും പത്രോസ് ശ്ലീഹയുടെ നിഴലിൽ അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങളും നിന്റെ കൂടെ വരും. അന്ന് രാത്രി അവരൊരുപാട് അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല.
ഒന്നുമില്ല എന്ന് സുവിശേഷകൻ വെളിപ്പെടുത്തുന്നു. അതിനുശേഷം യേശു വന്ന് യേശുവിൻ്റെ വാക്കനുസരിച്ച് വലയെറിഞ്ഞപ്പോൾ പടക് നിറയെ മത്സ്യം ലഭിച്ച് ഒരു ചാകരയുടെ അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് യോഹന്നാൻ സ്ലീഹ പത്രോസിനോട് പറഞ്ഞു, ആ നിൽക്കുന്നത് നമ്മുടെ യേശു, നമ്മുടെ യേശുവാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് സ്ലീഹ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി യേശുവിൻ്റെ അടുത്തെത്തി. അവൻ വസ്ത്രം പോലും ഉപേക്ഷിച്ചാണ് യേശുവിൻ്റെ അടുത്തെത്തിയത്. യേശു അവനോട് ചോദിക്കുന്നു, ആ ഒരു അവസരത്തിന് വേണ്ടി ക്രിസ്തു കാത്തു നിൽക്കുകയാണ്. പ്രാതൽ കഴിച്ചു നിരാലംബനായി തൻ്റെ ഉള്ളിലെ എല്ലാ അന്തങ്ങളുമില്ലാതെ വൈകാരികമായ ഭക്തിയുടെ അത്ഭുതത്തിനോടുള്ള അഭിനിവേശത്തിൻ്റെ വൈകാരികമായ വിശ്വാസത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവനാണ്. അതുപോലെ വരദാനങ്ങൾ പറഞ്ഞവനാണ്. ഇതെല്ലാം അവനുള്ളിൽ നിന്ന് മാറിപ്പോയി. ഇതൊന്നും എന്നെ യഥാർത്ഥമായി യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് എത്തിച്ചില്ല എന്നുള്ള അനുതാപത്തോടുകൂടെ തന്നെ പത്രോസ് സ്ലീഹ നനഞ്ഞു കുളിച്ച് യേശുവിൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു. എന്നിട്ട് യേശു ശീമോനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് എന്നല്ല വിളിക്കുന്നത്. സമയത്ത് ശീമോൻ എന്ന പേര് മാറ്റിയതാണ്. ശീമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം കാറ്റത്ത് പാറുന്ന മണൽ പോലെ മനസ്സുള്ളവൻ. മനസ്സങ്ങോട്ടൊക്കെ ഇങ്ങനെ ചാന്താണ്. കാറ്റത്ത് പാറുന്ന മണലിനോട് സ്വഭാവമുള്ളവരാണ്. ആ ഒരാളെയാണ് യേശു പത്രോസ് എന്ന് വിളിച്ചത്. പത്രോസ് എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം, പാറ പോലെ അത്രയും ഉറപ്പുള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ വീണ്ടും യേശു പത്രോസിനെ വിളിക്കുന്നത് യോഹന്നാന്റെ മകനായ ശീമോനെ, ഇന്ന് ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഭൂകർത്താവെ, ഞാൻ ഇവരേക്കാൾ അധികമായി സ്നേഹിക്കുന്നു. തീർത്ത് വ്യക്തിപരമായ ചോദ്യം. സുവിശേഷങ്ങളിൽ സാക്ഷിക്കുന്നത് യേശു അധികം സ്നേഹിച്ചിരുന്നത് ആരെയാണ്? യോഹന്നാൻ, അല്ലെ? യോഹന്നാനെയാണ് യേശു അധികം സ്നേഹിച്ചിരുന്നതെന്ന് സുവിശേഷങ്ങളിൽ സാക്ഷിക്കുന്നതാണ്. എന്നാൽ ഇവിടെ യേശു പത്രോസിനോട് ചോദിക്കുകയാണ്, ഇന്ന് ഇവരേക്കാൾ അധികമായി എന്ന് പറയുമ്പോൾ മറ്റ് ഇവരെന്ന് പറയുന്ന ആരുമില്ല. ബാക്കി 10 ശിഷ്യന്മാരെ പുറമെയുള്ള ആരുമില്ല. അതിൽ യേശു അധികം സ്നേഹിച്ചിരുന്ന യോഹന്നാൻ ഉൾപ്പെടുന്നുണ്ട്. എന്നിട്ടും യേശു ചോദിക്കുകയാണ്, നീ ഇവരേക്കാളൊക്കെ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഉപകർത്താവെ വീണ്ടും ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. അതിന് കർത്താവെ ഉവ്വ് എന്ന് പറഞ്ഞു. മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു എന്ന് രേഖപ്പെടുത്തിയിരുന്നു. മൂന്നാമതും നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നുള്ള യേശുവിന്റെ ചോദ്യം കേട്ട് പത്രോസ് സ്ലീഹ ദുഃഖിച്ചു. ഞാൻ കരഞ്ഞു. പത്രോസ് സ്ലീഹ പറയുന്നത്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് പറഞ്ഞു. ഈ സകലവും എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ അതിനുണ്ടായിരുന്നു. പത്രോസ് സ്ലീഹ യേശുവിനോട് കൊടുത്ത വാഗ്ദാനം അവയൊന്നും പാലിക്കാൻ പറ്റിയില്ല. മറ്റെല്ലാവരും നിന്ന് തള്ളിപ്പറഞ്ഞാൽ, ആരൊക്കെ നിന്ന് ഉപേക്ഷിച്ചാൽ, നിനക്ക് വേണ്ടി
നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ എന്നെ തല്ലി പറയില്ല എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നീർക്കുമണകൾ പോലെയായിരുന്നു. ഇതെല്ലാം ലംഘിച്ച് ഒന്നുമല്ലാത്തവരായി തീർന്ന ഇതാ വീണ്ടും ആദ്യം മുതൽ പത്രോസിലേക്ക് മാറ്റപ്പെടുകയാണ്. പക്ഷേ യേശുവിനോട് പത്രോസിലേക്ക് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും സകലവും നീ അറിയുന്നവനാണ്. ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒരു അവകാശവാദം ഉന്നയിക്കാനില്ല. പക്ഷെ ഒന്ന് മാത്രമുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നും നീ അറിയുന്നു. ഇതാണ് പത്രോസ്ലീഹയെ പിടിച്ചു നിർത്തിയത്. അവിടെ നിന്ന് പുതിയൊരു മനുഷ്യനായി പത്രോസ്ലീഹ മാറുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനായിട്ട് മാറുകയാണ്. പിന്നീടുള്ള അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വന്നിട്ടില്ല. പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഉപരവാദത്തിൽ നിൽക്കുമ്പോഴേ ഒരു യാചകനോട് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് ഉള്ളു നിറയുള്ള യേശു. മറ്റൊന്നുമില്ല, ഉള്ളു നിറയെ യേശു ഉള്ളവരാളായി പത്രോസ്ലീഹ മാറ്റപ്പെടുകയാണ്. പൂർണ്ണമായ ശിഷ്യത്വത്തിൻ്റെ തലത്തിലേക്ക് പത്രോസ്ലീഹ എത്തിയത് വൈകാരികമായ ഭക്തിയിൽ നിന്ന്, വൈകാരികമായ വിശ്വാസത്തിൽ നിന്ന്, നിയമങ്ങൾ പാലിക്കുന്നവരാണെന്നുള്ള അഹന്തയിൽ നിന്ന്, പരദാനങ്ങളുടെ പേരിൽ അഹങ്കരിച്ചതിൻ്റെ പേരിൽ നിന്നൊക്കെ മാറി ഒരു യഥാർത്ഥ പച്ച മനുഷ്യനായി കർത്താവിൻ്റെ പരിപാലനയിൽ സ്വയം നിന്ന് കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവുള്ള ഒരു പത്രോസായി, പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിലുള്ള പത്രോസിനെ ഇതാ കർത്താവ് തന്നെ മാറ്റുകയാണ്. ഈ ശ്ലീഹായുടെ ജീവിതം നമ്മെ സ്വാധീനിക്കട്ടെ. അമാനുഷികമായി ഒന്നുമില്ലാതെ ഒരു സാധാരണ പച്ച മനുഷ്യൻ നമ്മെപ്പോലെ കരയുകയും ചിരിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ക്രിസ്തു തൻ്റെ സുവിശേഷം ഘോഷിപ്പാൻ ഏറ്റവും യോഗ്യനെന്ന് കണ്ടത്. അവരിലുണ്ടായ ഈ മാറ്റത്തിൻ്റെ അനുഭവത്തിലാണ്. യഥാർത്ഥമായ ശിഷ്യത്വം, ക്രൈസ്തവ ശിഷ്യത്വം ഒരുപക്ഷെ എപ്പോഴും സുഖങ്ങളുടെ ഒപ്പം നിൽക്കുന്നതാവില്ല. ഇടുങ്ങിയ സ്വർഗത്തിലേക്കുള്ള വാതിൽ പോലെ വലിയ ഭാരമുള്ളതും ഉൾനിറഞ്ഞതുമാണെങ്കിൽ അതിലൂടെ യാത്ര ചെയ്യാനുള്ള മനസ്സും പ്രാപ്തിയും നമുക്കുണ്ടാകട്ടെ. എനിക്ക് വലിയ സന്തോഷവും ദൈവത്തോട് അകന്നിറഞ്ഞ നന്ദിയുമുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടമുള്ള ഇവിടെ അല്പസമയം നമ്മളോടൊത്ത് ചിന്തിക്കുവാനുള്ള അവസരം കിട്ടിയതിൽ ബഹുമാനപ്പെട്ട പ്രഭാചന്മാരോടും വൈദികരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ച് നിങ്ങൾ ഓരോരുത്തരെയും